ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു റാഗി ഫ്രൂട്ട് സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഞാൻ കൊടുത്ത പേരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിലേക്ക് റാഗിയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇതാണ് നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന കേട്ടോ റാഗിയുടെ പൊടി. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ റാഗിപ്പൊടി ഇടുന്നുണ്ട്. ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കട്ടയൊന്നും ഇല്ലാതെ പൊടി ഇല്ലാതെ അല്ല കേട്ടോ. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇത് വെച്ചിട്ട് ദിസ് കണ്ടിന്യൂസ്ലി ആസ് യു ക്യാൻ സീ കേട്ടോ, നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ എൻ്റെ അടുത്ത് ഫ്രിഡ്ജില്ല. നിങ്ങൾക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താലും നല്ലതായിരിക്കും. ഇവിടെ ഞാൻ ഒരു റോബസ്റ്റ പഴവും പിന്നെ ഒരു ഹാഫ് പോംഗ്രനേറ്റും എടുത്തിരിക്കണത്. ഷുഗർ ഒഴിവാക്കാം, കാരണം ബനാനയിൽ ഷുഗർ ഉണ്ട്. ഇതിൽ കുറച്ച് ഡേറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട്. ആസ് യു ക്യാൻ സീ ഇത് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോ നല്ല റിച്ച് ആൻഡ് യമ്മി റാഗി ഫ്രൂട്ട് സാലഡ് റെഡി ആയിരിക്കാണ്. ആക്ച്വലി സൂപ്പർ ടേസ്റ്റാണ്. സോ എന്തായാലും നിങ്ങൾ കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഈ റാഗി ഫ്രൂട്ട് സാലഡ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കൂ. നല്ല ഹെൽത്തിയാണ്, നല്ല ഓപ്ഷനാണ്. ഡു ട്രൈ ഇറ്റ് ആൻഡ് സേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ.